ഈ വർഷം മലയാളത്തിൽ റിലീസ് ചെയ്ത റിയലിസ്റ്റിക് ക്രൈം ഡ്രാമ മൂവിയായ റോന്ത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് നായാട്ട് ജോസഫ്, ഓഫീസർ ഓൺ ഡ്യൂട്ടി സിനിമകളുടെ റൈറ്ററായ ഇലവീഴ പൂഞ്ചിറയുടെ ഡയറക്ടറായ ഷാഹി കബീർ. സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് രണ്ട് പോലീസുകാർ റോന്ത് ചെയ്യുന്നതും നൈറ്റ് ഡ്യൂട്ടിക്ക് ഇറങ്ങുന്ന രണ്ട് പോലീസുകാരുടെ ലൈഫാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. സിനിമയുടെ 90% ഈ റോന്തിനിടെ ഈ നൈറ്റ് പെട്രോളിങ്ങിനിടയിൽ നടക്കുന്ന സംഭവങ്ങൾ ഒരു കണക്ഷനുമില്ലാതെ ഒരു പെട്രോളിങ്ങിന് പോകുന്ന രണ്ട് പോലീസുകാരുടെ ലൈഫിൽ നടക്കാവുന്ന സംഭവങ്ങളൊക്കെ കാണിച്ച് വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഒരു ബന്ധവുമില്ലാതെ കുറേ സംഭവങ്ങൾ, അതാണ് ഈ സിനിമയിൽ ഒരു 90% പോയിരിക്കുന്നത്. ഇതിൻ്റെ അവസാന ഭാഗം ഒരു 90% കഴിഞ്ഞുള്ള ഒരു 20 മിനിറ്റാണ് ശരിക്കും ഈ സിനിമയുടെ കഥ എന്ന് പറയുന്നത്. പക്ഷെ ഇതിന് മുന്നേ നടന്ന സംഭവങ്ങളിൽ കാണിച്ചിരിക്കുന്ന ചില എലമെൻറ്റുകളൊക്കെ കണക്ട് ചെയ്തിട്ടാണ് ഈ അവസാന ഭാഗത്തേക്ക് വരുന്നത്. അതുപോലെ ആ ക്യാരക്ടറൈസേഷന് വേണ്ടിയാണ് ഇത്രയും സമയമെടുത്തത്. പക്ഷെ അവിടെ അത്രയും ഭാഗം ഇപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ആ ഒരു ഏരിയയിൽ എനിക്കൊന്നും തോന്നിയില്ല സത്യം പറഞ്ഞാൽ. കാരണം ഒന്നും നമുക്കൊരു ഹൈപ്പ് തരാതെ, ഒരു ഹൈ മൊമെന്റ് തരാതെ, ഇമോഷൻസ് ഇവരുടെ ക്യാരക്ടറൈസേഷൻ പറയുന്ന രീതിയിലാണ് ഈ 90% പോയിരിക്കുന്നത്. ഇവരുടെ ലൈഫിൽ നടക്കുന്ന സംഭവങ്ങൾ, ഇവരുടെ ഫാമിലിയിൽ എങ്ങനെയാണ്, ഇവർ കൂടെയുള്ളവരോട് എങ്ങനെയാണ്, ആ പോലീസ് സ്റ്റേഷനിലുള്ളവരോട് എങ്ങനെയാണ്, ഇതൊക്കെ കാണിച്ചു പോകുന്ന ഒരു ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫിൻ്റെ പകുതിയും. അത് കഴിഞ്ഞ് അവസാനത്തേക്ക് വരുമ്പോൾ ഇവരുടെ അപ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ നടക്കുന്ന സംഭവത്തിൽ ഇവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നു, ഇവരുടെ ക്യാരക്ടറൈസേഷൻ ഇത്രയും പറഞ്ഞു വെച്ചതുകൊണ്ട് നമുക്ക് അവസാനത്തെ ഭാഗങ്ങൾ നമുക്ക് വളരെ കൺവിൻസിങ് ആയിട്ട് പോകുന്ന ഒരു സിനിമയാണ്. ഈ ബാക്കിയുള്ള സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്രയ്ക്ക് ഇതായിട്ട് തോന്നില്ല. പിന്നെ ഈ സിനിമയുടെ പെർഫോമൻസ്, ഈ ദിലീഷ് പോത്തൻ, റോഷൻ, ഇവരുടെയൊക്കെ പെർഫോമൻസ്, അടിപൊളി പെർഫോമൻസും കാര്യങ്ങളൊക്കെ, എല്ലാവരുടെയും പെർഫോമൻസ് വൈസ് നല്ലൊരു സിനിമ തന്നെയായിരുന്നു. അതുപോലെ അവസാനത്തെ ഭാഗങ്ങൾ അടിപൊളിയായിട്ടുള്ളൊരു നല്ലൊരു സിനിമ തന്നെയാണ്. പോലീസ് സ്റ്റോറീസ് എന്ന് പറയുമ്പോൾ തന്നെ ഷാഹി കപൂർ എന്നുള്ള പേരാണ് വരുന്നത്. ഇദ്ദേഹം ചെയ്തിരിക്കുന്ന സിനിമകളെല്ലാം അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ഒരു ഡീസൻറ്റ് പോലീസ് സ്റ്റോറി മൂവിയാണ്. റിയൽ സംഭവങ്ങളൊക്കെ തന്നെ ബേസ് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു. നല്ലൊരു സിനിമ തന്നെയാണ്. ഇങ്ങനത്തെ പോലീസ് സ്റ്റോറീസ് മൂവീസ് കാണാൻ താല്പര്യം ഉറപ്പായിട്ടും കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ്. ഒന്ന് കണ്ടു നോക്കാം.